ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഡിവൈസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ എന്ന സംഭവം നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള സാധനമാണ് അല്ലേ. നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന വഴിക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ വലിയൊരു ബോക്സ് പോലത്തെ സാധനം. അപ്പോൾ ആ ട്രാൻസ്ഫോമർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ വർക്കിംഗ് എന്താണ്, എന്തിനാണ് നമ്മൾ പവർ ട്രാൻസ്മിഷൻ അത് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ എന്താണെന്ന് അറിയുന്നതിൻ്റെ മുന്നേ ആ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇവിടെ രണ്ട് കോയിൽസാണ് അല്ലേ. കോയിൽസ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടാവും, അതിന് മുകളിൽ കുറേ കോപ്പറിൻ്റെ വയർ ഇങ്ങനെ ചുറ്റിയതാണ് നമ്മളുടെ കോയിൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ രണ്ട് കോയിലുകളുണ്ട്. ഫസ്റ്റ് കോയിലും സെക്കൻഡ് കോയിലും, രണ്ട് കോയിൽസാണ് ഉള്ളത്. ഒരു കോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ നമ്മൾ യൂസ് ചെയ്ത സോഫ്റ്റ് അയൺ കോറിൻ്റെ ഡയമീറ്റർ വലുതാണ് അല്ലേ, അതായത് വലുതാണ്, ഇവിടെ ചെറുതാണ്. നമ്പർ ഓഫ് ടേൺസ് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇങ്ങനെ രണ്ട് കോയിൽസിനെ നമ്മൾ അടുത്തടുത്ത് വെക്കാം. അടുത്തടുത്ത് വെച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, നമ്മളത് കൂടെ പവർ കറണ്ട് അങ്ങോട്ട് കടത്തി വിടാം. ഓക്കെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടത്തി വിടാം. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില മാറ്റങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അത് നമ്മൾ ഈ വിഷ്വൽ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പം നോർമലി നമ്മൾ ഒരു കോയിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. വെൻ current passes through a current passes through a conductor, a magnetic field is created around it. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ അത്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന ഒരു കണ്ടക്ടറിൻ്റെ അടുത്ത് നമ്മൾ വേറൊരു കണ്ടക്ടറിനെയും കൂടി കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിക്കുക, ഇതേപോലെ. അപ്പം ഇയാൾക്ക് എന്താ തോന്നുന്നത്, എന്നിലും എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ, എനിക്ക് എന്തൊക്കെയല്ലോ സംഭവിക്കുന്നുണ്ടോ എന്നൊരു ഫീലിംഗ് ആ രണ്ടാമത്തെ കോയിലിന് തോന്നും. പിന്നെ നോക്കുമ്പം രണ്ടാമത്തെ ആളുടെ കൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഒരു കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, ഒരാൾ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മറ്റേ ആൾക്കും അതേപോലെ കറണ്ടിൻ്റെ ഒരു എഫക്റ്റ് കാണിക്കുന്നുണ്ട്. ആ പ്രത്യേകതയ്ക്ക് എന്താ നമ്മൾ പറയുന്നത്, ആ പ്രത്യേകതയ്ക്കാണ് നമ്മൾ വിളിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം രണ്ട് കോയിൽസ് നമ്മൾ അടുത്തടുത്ത് വെക്കാൻ വിചാരിക്കുക. ഒരു കോയിലിൻ്റെ അകത്ത് കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയോ ഡയറക്ഷനോ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് മാറും അല്ലേ. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ചുറ്റുന്നുണ്ടോ മാഗ്നറ്റിക് ഫീൽഡ് മാറും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്ന സമയത്ത് രണ്ടാമത്തെ കോയിൽ, അതിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള രണ്ടാമത്തെ കോയിൽ എന്തുണ്ടാവും, ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ ഫെനോമിനയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മ്യൂച്വൽ ഇൻഡക്ഷൻ. നിങ്ങളിവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഇത് രണ്ടും കോയിൽസും കണക്റ്റഡ് അല്ല അല്ലേ. ഇവിടെ കണക്റ്റഡേ അല്ല, രണ്ടുപേരും ടച്ച് ചെയ്യുന്നേ ഇല്ല. ഇവിടെയാണ് ഈ ഫസ്റ്റ് കോയിലിൻ്റെ അകത്താണ് എന്ത് വരുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. ഇതിനകത്ത് കറണ്ട് ഫോം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ഇവിടെ നീഡിൽ വരുന്ന ഡിഫ്ലക്ഷനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സെക്കൻഡ് കോയിലിൻ്റെ അകത്ത് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് കറണ്ടിൻ്റെ ഫ്ലോ കാരണം മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസം വരുമ്പം രണ്ടാമത്തെ കോയിൽ, തൊട്ടടുത്ത് വെച്ചിട്ടുള്ള രണ്ടാമത്തെ കോയിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ ഒരു പ്രത്യേകതയൊക്കെയാണ്, ഫെനോമിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മ്യൂച്വൽ ഇൻഡക്ഷൻ. അങ്ങനെ മ്യൂച്വൽ ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്, നമ്മളെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ഫോമർ. അപ്പോൾ ഇവിടെ നമ്മളുടെ നേരത്തെ കണ്ട ആക്ടിവിറ്റി പ്രകാരം ഇവിടെ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്ത് സംഭവിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഫ്ലക്സിൽ വ്യത്യാസം വന്ന്, അപ്പോൾ തീർച്ചയായിട്ടും ഗാൽവനോമീറ്റർ നീഡിൽ എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കും. ദ സ്വിച്ച് ഈസ് ഇൻ ദ ഓൺ പൊസിഷൻ. കുറേ നേരം ഇങ്ങനെ ഓൺ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കില്ല. ഡു നോട്ട് ഡിഫ്ലക്റ്റ്. സ്വിച്ച് ഓൺ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഡിഫ്ലക്റ്റ് ചെയ്യില്ല. ദ സ്വിച്ച് ഈസ് ടേൺ ഓഫ്. ടേൺ ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസം വന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് സംഭവിക്കണം, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസം വന്ന് അപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്തു. ഇവിടെ ഓഫ് ചെയ്തപ്പം മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസം വന്ന് അപ്പോഴും ഡിഫ്ലക്റ്റ് ചെയ്തു. ഓഫ് പൊസിഷനിൽ മാത്രം വെക്കുകയാണെങ്കിലോ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ഡിഫ്ലക്റ്റ്. അവിടെ ഡിഫ്ലക്ഷൻ കാണിക്കില്ല.
ഓക്കെ, അവിടെ ഡിഫ്ലക്ഷൻ കാണിക്കില്ല. പിന്നെ ഈ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഇൻ വിച്ച് സിറ്റുവേഷൻസ് ഡസ് ദ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ട്? ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്? വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ ഓർ സ്വിച്ച്ഡ് ഓഫ്, അല്ലേ? എപ്പോഴാണ് ചെയ്തത്? വെൻ സ്വിച്ച് ഈസ് ടേൺഡ് ഓഫ് ഓർ ടേൺഡ് ഓൺ. ടേൺഡ് ഓണോ അല്ലെങ്കിൽ ടേൺഡ് ഓഫോ ചെയ്തപ്പോഴാണ് അവിടെ എന്ത് സംഭവിച്ചത്? നീഡിൽ ഡിഫ്ലക്ഷൻ കാണിച്ചത്. ഈസ് ദർ എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ കോയിൽ വെൻ ദ സ്വിച്ച് ഈസ് ഇൻ ദ ഓഫ് പൊസിഷൻ? സ്വിച്ച് ഓഫ് പൊസിഷനിലാകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? ഇല്ല, കറണ്ട് ഫ്ലോ ചെയ്യില്ലല്ലോ. അപ്പോൾ അവിടെ എന്താ? നോ മാഗ്നറ്റിക് ഫീൽഡ്. വാട്ട് അബൌട്ട് ദ വൈൽ ടേണിംഗ് ഓൺ ദ സ്വിച്ച്? ടേണിംഗ് ഓൺ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ട് ഫ്ലോ ചെയ്യുമ്പം നമ്മളുടെ കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ യെസ്, വൈൽ ടേണിംഗ് ഓൺ ദ സ്വിച്ച് ഡസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡ് കോയിൽ ചേഞ്ച്? സ്വിച്ച് ടേൺ ഓൺ ചെയ്യുമ്പം സെക്കൻഡ് ഇതിൻ്റെ കോയിലിൻ്റെ അവിടെ എന്തെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക് ചെയ്ത് വ്യത്യാസം വരുമോ? യെസ്, അവിടെ എന്ത് സംഭവിക്കും? വ്യത്യാസം വരും, അല്ലേ? അവിടെ ടേണിംഗ് ഓൺ ദ സ്വിച്ച് മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസം വന്ന് ഇൻഡക്ഷൻ നടക്കും. യെസ് ആണ്. ഇഫ് സോ, വിൽ കറണ്ട് ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡ് കോയിൽ ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്? യെസ്, കറണ്ട് വിൽ ബി ഇൻഡ്യൂസ്ഡ്. കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. യെസ്, കറണ്ട് ഇസ് ഇൻഡ്യൂസ്. നിങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തണം കേട്ടോ. വാട്ട് മെത്തഡ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ഇൻഡ്യൂസ് കറണ്ട് കണ്ടിന്യൂസ്ലി ഇൻ ദ സെക്കൻഡ് കോയിൽ? അടുത്ത ചോദ്യം ഇതാണ്. നമ്മൾ ഒന്നുകിൽ ഓഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ മാത്രമേ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചുള്ളൂ. പക്ഷേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ കറണ്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം സെക്കൻഡ് കോയിലിൽ. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വഴി എന്താ? കണ്ടിന്യൂസ്ലി ടേൺ ദ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ്, അല്ലേ? കണ്ടിന്യൂസ്ലി ടേൺ ദ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ്. അത് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ദ ആക്ടിവിറ്റി ബൈ സപ്ലൈയിങ് AC. ഇപ്പോൾ നമ്മളിവിടെ ഇതിൽ കണ്ട എങ്ങനെയാണ്? AC ആണ് നമ്മളുടെ ഈ ഡയഗ്രത്തിൽ കാണുന്നത്. ഇവിടെ AC കറണ്ടാണ്, അല്ലേ? AC കറണ്ടാണ് തന്നത്. അപ്പോൾ AC കറണ്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്കൊരു വ്യത്യാസം കാണാം. അവിടെ നമ്മളുടെ ഇതിൽ തന്നത് DC കറണ്ടാണ്. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് DC നമ്മളവിടെ എന്ത് കൊടുക്കുക? AC കൊടുത്ത് നോക്കാം. AC കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചത് ഓൾട്ടർനേറ്റീവ് കറണ്ടിൻ്റെ പ്രത്യേകത എന്താ? ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡയറക്ഷൻ മാറുന്ന ആ ഒരു രീതി അവിടെ എന്താ കാണിക്കുന്നത്? ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ചെയ്യുന്ന അതേ ഫംഗ്ഷനാണ് അവിടെ ചെയ്യുന്നത്. ഡയറക്ഷൻ മാറുക പറഞ്ഞാൽ എന്താ? ഒരു ഭാഗം ഓൺ ആവുക, മറ്റേ ഭാഗം ഓഫ് ആവുക. അപ്പം സ്വിച്ചിൻ്റെ പകരം നമ്മൾ DC കറണ്ട് മാറ്റി അവിടെ എന്ത് കൊടുത്താൽ മതി? AC കറണ്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡ് കോയിൽ എന്ത് കിട്ടും? കറണ്ട് കിട്ടും. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങളിവിടെ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. DC കറണ്ടിൽ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യൂല. ഓക്കെ, ഇൻ DC കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് വിൽ നോട്ട് വർക്ക്. DC കറണ്ടിൽ എന്ത് വർക്ക് ചെയ്യില്ല? ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യില്ല. ഓക്കെ, AC മാത്രമേ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വിച്ച് അങ്ങനെ ഓൺ ഓഫ് ഒക്കെ ഇരിക്കേണ്ടി വരും, അല്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ദെൻ വാട്ട് ഇസ് എ ട്രാൻസ്ഫോർമർ? എന്തായൊരു ട്രാൻസ്ഫോർമർ? ട്രാൻസ്ഫോർമർ ഇസ് എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻസ്. ട്രാൻസ്ഫോമേഴ്സ് ചേഞ്ച് AC വോൾട്ടേജ്. ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നത്? AC വോൾട്ടേജ് വിതൗട്ട് ചേഞ്ച് ഇൻ പവർ. ഓക്കെ, ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നുണ്ട്? വോൾട്ടേജ് മാറ്റുന്നുണ്ട്. AC വോൾട്ടേജ് മാറ്റി പവർ മാറാതെ വോൾട്ടേജിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഡിവൈസാണ് എന്ത്? ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ഫോമർ എന്നതാണ്. ഇനി രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഉദ്ദേശിക്കുന്ന വോൾട്ടേജ് കൂട്ടുക. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താ യൂസ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് കൂട്ടാൻ വേണ്ടി. അപ്പോൾ സ്റ്റെപ്പ് ഡൗണോ നമുക്ക് വോൾട്ടേജിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും എന്താ വ്യത്യാസം? അതിൻ്റെ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് വയർ ഉണ്ടാവുമല്ലോ, അതിൽ വരുന്ന വ്യത്യാസമാണ്. നമുക്കത് കാണാം. ഓക്കെ, ഇപ്പോൾ രണ്ട് ഡയഗ്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം എന്താണ് ഈ പ്രൈമറി കോയിൽ, എന്താണ് ഈ സെക്കൻഡറി കോയിൽ? നമുക്ക് ആദ്യം അത് മനസ്സിലാക്കാം. എവിടെയാണോ നമ്മൾ AC കറണ്ട് കൊടുക്കുന്നത്, അതായത് ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തില്ലേ, എവിടെയാണോ നമ്മൾ AC കറണ്ട് കൊടുക്കുന്നത് ആ കോയിലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻപുട്ട് കോയിൽ അല്ലെങ്കിൽ പ്രൈമറി കോയിൽ എന്നാണ്. എവിടെയാണോ
ഈ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആ ഭാഗത്തിന് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെക്കൻഡറി കോയിൽ എന്ന് പറയും. അപ്പോൾ ഈ ഇൻപുട്ട് കോയിലും സെക്കൻഡറി കോയിലും മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഇവർ രണ്ട് പേരും നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇവർ രണ്ട് പേർക്കും കോമൺ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് അയൺ കോർ നിങ്ങൾക്ക് കാണാം അല്ലേ. ഒരു സോഫ്റ്റ് അയൺ കോർ പോലത്തെ ഒരു സ്ട്രക്ചറിൻ്റെ മുകളിലാണ് ഈ വയറ് വൂണ്ട് ചെയ്തിരിക്കുന്നത്, ചുറ്റിയിട്ടുള്ളത്. അപ്പം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നിങ്ങൾ പ്രൈമറി കോയിലും ശ്രദ്ധിക്കുക, സെക്കൻഡറി കോയിലും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മളുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലുള്ള ഉപയോഗിച്ചിട്ടുള്ള കോപ്പർ വയറിൻ്റെ തിക്നെസ് കൂടുതലല്ലേ. ഇവിടെ കോപ്പർ വയറിൻ്റെ തിക്നെസ് കൂടുതലാണ്, സെക്കൻഡറി കോയിലുള്ള കോപ്പർ വയറിൻ്റെ തിക്നെസ് കുറവാണ്, തിന്നാണ്. നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിൽ കുറവ്, സെക്കൻഡറിയിൽ കൂടുതൽ. മനസ്സിലായല്ലോ. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നോക്കിക്കോളൂ. പ്രൈമറി കോയിലിൻ്റെ നമ്മളുടെ കോപ്പർ വയറിൻ്റെ തിന്നാണ് അല്ലേ, തിക്നെസ് കുറവാണ്, തിൻ വയേഴ്സാണ് വരുന്നത്, പക്ഷേ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. സെക്കൻഡറി കോയിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം തിക്കാണ്, നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. ഡിഫറൻസ് മനസ്സിലായല്ലോ. ഓക്കെ. ടു വിച്ച് കോയിൽ ഓഫ് ദ ട്രാൻസ്ഫോമർ ഇസ് എ സി സപ്ലൈഡ്? എ സി സപ്ലൈ ചെയ്യുന്ന കോയിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താ ഞാൻ പറഞ്ഞത്? പ്രൈമറി കോയിൽ. ഇറ്റ് ഈസ് ദ പ്രൈമറി കോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എ സി കറണ്ട് സപ്ലൈ ചെയ്യുന്നത് പ്രൈമറി കോയിലിലേക്ക്. ഓക്കെ. പിന്നെ ഇൻ വിച്ച് കോയിൽ ഇസ് ദ എ സി ഇൻഡ്യൂസ്ഡ്? എ സി ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏത് കോയിലാണ്? എ സി കോയിൽ ഇൻഡ്യൂസ് ഇപ്പോൾ പ്രൈമറി കോയിൽ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ആർക്കാണ് അഫക്റ്റ് ഉണ്ടാവുന്നത്? സെക്കൻഡറി കോയിലിലേക്കാണ് അല്ലേ. അപ്പോൾ ഇൻ വിച്ച് കോയിൽ എ സി ഇസ് ഇൻഡ്യൂസ്ഡ്? സെക്കൻഡറി കോയിൽ. സെക്കൻഡറി കോയിൽ എന്ത് സംഭവിക്കും? ഒരു എ സി കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. വാട്ട് ആർ ദ സ്ട്രക്ചറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ? അത് ഞാനിപ്പം പറഞ്ഞു തന്നെ എന്താണെന്നുള്ളത് നമ്മളുടെ ബുക്കിൽ ഒരു ടേബിളായിട്ട് നമുക്കിവിടെ കാണാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ പ്രൈമറി അല്ലേ. ഇവിടെ നിന്ന് നിങ്ങൾ എഴുതേണ്ടത് തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ പ്രൈമറി. Thick wires are used in primary. പിന്നെ the primary has less the number of turns than secondary, നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ തിൻ വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൈമറി. തിൻ വയേഴ്സ് ആണ് പ്രൈമറിയിൽ യൂസ് ചെയ്യുന്നത്. സെക്കൻഡറിയിൽ ലെസർ നമ്പർ ഓഫ് ടേൺസ്. സെക്കൻഡറി ഹാസ് ലെസർ നമ്പർ ഓഫ് ടേൺസ്. സെക്കൻഡറിയിൽ ലെസർ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും ഉണ്ടാവും. ഇനി നമ്മളിപ്പം ഈ നമ്പർ ഓഫ് ടേൺസിൻ്റെയും അതേപോലെ വോൾട്ടേജിൻ്റെയും റേഷ്യോ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. വോൾട്ടേജ് ഇൻ സെക്കൻഡറി ബൈ വോൾട്ടേജ് ഇൻ പ്രൈമറി, റേഷ്യോ ഓഫ് വോൾട്ടേജ് ഇൻ സെക്കൻഡറി ബൈ വോൾട്ടേജ് ഓഫ് പ്രൈമറി വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓൾറെഡി എക്സ്പെരിമെൻറ്റിൽ പ്രൂവ്ഡ് ആണ്. നമ്മൾ വോൾട്ടേജിൻ്റെയും നമ്പർ ഓഫ് ടേൺസിൻ്റെയും റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറിനെ വോൾട്ടേജ് ഓഫ് പ്രൈമറി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറിനെ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ റേഷ്യോ ഈക്വൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണം. ഓക്കെ, ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണം. ഓക്കെ, ഇനി അതിൻ്റെ ന്യൂമറിക്കൽസാണ്. അപ്പോൾ ഇവിടെ എ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ് ഓപ്പറേറ്റിംഗ് അറ്റ് 240 വോൾട്ട് എ സി supplies 12 volt to an electric bell connected to it. Calculate the number of turns in the secondary if the primary coil of the transformer has 4000 turns. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഇൻ പ്രൈമറി വി പി അത് എത്രയാണ് തന്നത്? 240 വോൾട്ട് തന്നിട്ടുണ്ട്. വോൾട്ടേജ് ഇൻ സെക്കൻഡറി നമുക്കൊരു സപ്ലൈസ് 12 വോൾട്ട്. സപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് എവിടെയാണ് വരുന്നത്? വോൾട്ടേജ് ഇൻ സെക്കൻഡറി ആണ്, അത് 12 വോൾട്ടാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി 4000 ആണ് വരുന്നത്. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എത്രയാണ് നമ്മളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിപ്പം പഠിച്ച ഫോർമുല അവിടെ അപ്ലൈ ചെയ്യാം. വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അപ്പോൾ വോൾട്ടേജ് ഇൻ സെക്കൻഡറി എത്ര തന്നെ? 12 വോൾട്ട്. വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഇസ് 12. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12 by voltage in primary 240 ആണ്, will be equal to number of turns in secondary by number of turns in primary, ഇവിടെ 4000. ഇത് നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും.
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുക NS ഇസ് ഈക്വൽ NS ഇൻറ്റു, ഞാൻ ഫുൾ ഫസ്റ്റ് മുതൽ പറയാം, NS ഇൻറ്റു 240 ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 4000. പക്ഷെ നമുക്ക് വേണ്ടത് NS ഈക്വൽ ടു, അപ്പോൾ ഈ 12 ഇൻറ്റു 4000 വ്യത്യാസമൊന്നുമില്ല. ഇവിടെ 240 മൾട്ടിപ്ലിക്കേഷനിലായിരുന്നു, അത് നമ്മൾ ഈക്വൽസ് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താവും, ഡിവിഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന എളുപ്പവഴി എന്താ വെച്ചാൽ ഈ 2 0 കട്ട് ചെയ്തു. നമുക്കറിയാം 12 ഇൻറ്റു 2 ആണ് എന്ത്, 24 എന്ന് പറയുന്നത്. ഇനി ഈ 2നെ കൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്ത് 400 കട്ട് ചെയ്ത് 2 4 2 ടൈംസ്, ബാക്കി 2 0 അവിടെ എടുത്ത്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡ് എത്രയാണ്, 200 ടേൺസ് ആണ് വരും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തൊക്കെ നിങ്ങൾ സമയം കളയുന്നതിനെ കട്ടി ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് പഠിച്ച് വെക്കാം. ഓക്കെ, പെട്ടെന്ന് സെക്കൻഡ്സ് കൊണ്ട് നമ്മളുടെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ന്യൂമറിക്കൽ എന്താ, എ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ് ഓപ്പറേറ്റിംഗ് അറ്റ് ആൻ ഇൻപുട്ട് വോൾട്ടേജ് 230 വോൾട്ട്, ഇൻപുട്ട് വോൾട്ട് VP 230 വോൾട്ടാണ്, ഹാസ് 120 ടേൺസ്. 120 ടേൺസ് ആണ് സെക്കൻഡറിയിലുള്ളത്, അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് 1200 ഇൻ ദ പ്രൈമറി, അതും നമ്മൾ എഴുതി. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, VS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല വീണ്ടും തന്നെ VS ബൈ 230 ഇസ് ഈക്വൽ ടു 120 ബൈ NS ബൈ NP, 120 ബൈ 1200. അപ്പം VS ഇസ് ഈക്വൽ ടു, നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 120 ഇൻറ്റു 230. അപ്പോൾ ഇവിടെ VS ഇൻറ്റു 1200 നമ്മളിവിടെ ചെയ്ത പോലെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. VS ഇസ് ഈക്വൽ എന്തായിരിക്കും, ആ 1200 താഴെ വരും. ഓക്കെ, അപ്പോൾ ഈ 0 കട്ട് ചെയ്ത്, ഇവിടെയുള്ള ഈ 0 കട്ട് ചെയ്ത്, പിന്നെ 12 ഒരു പ്രാവശ്യം പോകും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി ഇവിടെ എത്രയാണ്, 23 ആണ്. അപ്പോൾ വോൾട്ടേജിൽ സെക്കൻഡ് എത്രയാണ്, 23. യൂണിറ്റ് ചെയ്താൽ മറക്കരുത്, വോൾട്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. 23 വോൾട്ടാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമ്മളുടെ ഇതിൻ്റെ കുറച്ചും കൂടി ഹയർ ലെവലിലുള്ള യൂസേജ് നോക്കാം. ഒരു ട്രാൻസ്ഫോമർ, അതിനകത്ത് ഒരു പവർ ലോസും വരുന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിനകത്ത് പ്രൈമറീൻ്റെ പവർ എത്രയാണോ അത്ര തന്നെ ആയിരിക്കും സെക്കൻഡറി അകത്തുള്ള പവർ ഓഫ് ദ കറണ്ട് എന്ന് പറയും. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫോർമുല, പവർ ഇസ് ഈക്വൽ ടു VI, P ഇസ് ഈക്വൽ ടു VI എന്ന് പറയുന്ന ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഓർമ്മിച്ച് വെക്കാം, P ഇസ് ഈക്വൽ ടു VI. ഇനി അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞെന്താ വെച്ചാൽ, an appliance connected to a step down transformer operating at 200 volt consumes 1000 watts of power. Suppose 100 volt is obtained across its secondary. ഓക്കെ, ഇതിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മളിപ്പം കണ്ടൊരു പോയിൻ്റ് എന്താ, പ്രൈമറീൻ്റെ പവർ എന്താണോ അത് തന്നെയായിരിക്കും സെക്കൻഡറി പവർ ആണ് നമ്മൾ കണ്ടു. ഇനി ഇപ്പോൾ പ്രൈമറിയിലത്തെ പവർ ഇവിടെ എത്ര പറഞ്ഞത്, 1000 വാട്ട്സാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡറിയിൽ എത്ര തന്നെ ആയിരിക്കും, അപ്പം 1000 വാട്ട്സ് തന്നെ ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് ഇൻ പ്രൈമറി എത്രയാണ്, 200 വോൾട്ടാണ്. അപ്പോൾ കറണ്ട് എത്രയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കണ്ടേ. ഇപ്പോൾ ഈ ടേബിൾ അവർക്ക് തന്നതുണ്ട്, പക്ഷേ അതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഞാൻ മുകളിലൊരു ഫോർമുല എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, P ഇസ് ഈക്വൽ ടു VI. അപ്പം ഈ ടേബിളിൻ്റെ താഴെ എഴുതുമ്പോൾ പവർ എത്രയാണ്, 1000 വാട്ട്സാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു പ്രൈമറിൻ്റെ വോൾട്ടേജ് എത്രയാണ്, അതും നമുക്കറിയാം, 200 ഇൻറ്റു I നമുക്കറിയില്ല. I കണ്ടുപിടിക്കാൻ എന്ത് ചെയ്ത്, 1000 ഡിവൈഡഡ് ബൈ 200 ചെയ്തു. അപ്പം ഈ 2 സീറോസും കട്ട് ചെയ്ത് പോയി. ഇനി 210 എത്ര ടൈംസ് പോകും, 5 ടൈംസ് അല്ലേ പോകുന്നത്. അപ്പോൾ I എത്രയാണ്, I ഇസ് ഈക്വൽ ടു യൂണിറ്റ് എന്താ, 5 ആംപിയർ. കണ്ടോ, അപ്പം അങ്ങനെയാണ് നമുക്ക് ഇവിടെ I എന്ത് കിട്ടിയത്, 5 ആംപിയർ കിട്ടിയത്. അപ്പോൾ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, വോൾട്ടേജ് എത്രയാണ്, 200 വോൾട്ടാണ്, കറണ്ട് എത്രയാണ്, 5 ആംപിയർ ആണ്. ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി ഇവിടെ പവർ എത്ര തന്നെയാണ്, 1000 വാട്ട്സ് തന്നെയാണ്, അതിന് വ്യത്യാസമില്ല. നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താ, ഇവിടെ ഇപ്പം നമ്മൾ വോൾട്ടേജ് എത്രയാക്കി, 100 വോൾട്ട് ആക്കി. അപ്പം I എത്രയായിരിക്കും കണ്ടുപിടിക്കണ്ടേ. അപ്പം നമ്മൾ വീണ്ടും P ഈസ് ഈക്വൽ ടു VI ഓർ I ഈസ് ഈക്വൽ ടു നമ്മളെന്താ ചെയ്ത്, P/V. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പവർ ഈസ് ഈക്വൽ ടു 1000 ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് എത്ര, 100 ആണ്. കട്ട് ചെയ്ത് കളഞ്ഞാൽ I എത്രയാണ് ഇവിടെ, I ഈസ് ഈക്വൽ ടു 10 ആംപിയർ. അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ വോൾട്ടേജ് 200 ആയപ്പം കറണ്ട് എത്രയാണ്, 5 ആംപിയർ ആണ്.
ഇവിടെ വോൾട്ടേജ് 100 ആകുമ്പം പവറിന് വ്യത്യാസമല്ല, വോൾട്ടേജ് 100 ആകുമ്പം കറണ്ട് എത്രയാണ്? 10 ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ്, വെൻ പവർ ഈസ് ഇൻക്രീസ്ഡ്, വോൾട്ടേജ് അങ്ങോട്ട് കൂട്ടി, വെൻ വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ് കറണ്ട് ഈസ് ഡിക്രീസ്ഡ്. ശരിയല്ലേ? വോൾട്ടേജ് കൂട്ടി, കറണ്ട് കുറഞ്ഞു. ഇവിടെ വോൾട്ടേജ് കുറച്ചു, പക്ഷേ കറണ്ട് കൂടി. പക്ഷേ പവറിൽ എന്ത് വ്യത്യാസം വന്നോ? പവറിൽ എന്ത് വ്യത്യാസം ഉണ്ടോ? ഇല്ല, പവറിലൊരു വ്യത്യാസമില്ല. ഇവിടെ വോൾട്ടേജ് കൂട്ടിയപ്പം കറണ്ടിൻ്റെ അളവ് കുറഞ്ഞു, പവർ ഒരു വ്യത്യാസം വരുന്നില്ല, വിതൗട്ട് ലോസിങ് പവർ. ഇതാണ് ട്രാൻസ്ഫോമർ കൊണ്ടുള്ള ഗുണം. ഓക്കെ, പവർ വ്യത്യാസം വരാതെ കറണ്ടിനെ ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധനം ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ റിലേഷൻ അവിടെ ഉറപ്പിച്ചവിടെ വെക്കുക. പവറിൽ വ്യത്യാസം വരാതെ നമ്മൾ എന്താ ചേഞ്ചസ് കണ്ട ഈ ടേബിൾ പ്രകാരം, വോൾട്ടേജ് കൂടാണെങ്കിൽ കറണ്ട് കുറയും, വോൾട്ടേജ് കുറയ്ക്കുകയാണെങ്കിൽ കറണ്ട് കൂടും. ക്ലിയർ ആയല്ലോ? സെക്കൻഡറിയും പ്രൈമറിയിൽ നടക്കുന്ന വ്യത്യാസം. ഇനി ഇതനുസരിച്ചാണ് നമ്മൾ ട്രാൻസ്മിഷനിൽ എവിടെയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വേണ്ടത്, എവിടെയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിത് കണ്ടതാണല്ലേ. വാട്ട് ഹാപ്പൻസ് ടു ദ കറണ്ട് വെൻ വോൾട്ടേജ് ഇൻക്രീസസ്? വെൻ വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് ഡിക്രീസസ്. ശരിയല്ലേ? ഇനി ആ ഒരു റിലേഷൻ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണം. അപ്പം അത് നമ്മളിവിടെ ചെയ്ത് എങ്ങനെയാണ്? അപ്പോൾ പവറാണ് വി പി ഇൻറ്റു ഐ പി അല്ലേ, ഇസിക്കൽ വി എസ് ഇൻറ്റു ഐ എസ് നമ്മളിത് കണ്ടു. ഓർ ഐ പി ബൈ ഐ എസ് ഇസിക്കൽ വി എസ് ബൈ വി പി. ഇത് നോക്കുക, ഐ പി ബൈ ഐ എസ് ഈക്വൽ വി എസ് ബൈ വി പി. നേരത്തെ പോലെ സെയിം അല്ല, ചിലർ അങ്ങനെ പഠിച്ചു വെക്കും. ഇവിടെ ഐ പി ബൈ ഐ എസ് എന്തിൻ്റെ ഈക്വലാണ്? വി എസ് ബൈ വി പിക്കാണ് ഈക്വൽ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി സെക്കൻഡറി വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വിൽ ബി ഹയർ ദാൻ ഇറ്റ്സ് പ്രൈമറി വോൾട്ടേജ്. അത് മനസ്സിലാക്കുക. നമ്മളുടെ സെക്കൻഡറി വോൾട്ടേജ് അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറീൻ്റെ വോൾട്ടേജിനെക്കാട്ടിയും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതേപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി വോൾട്ടേജ് എന്തായിരിക്കും? പ്രൈമറീൻ്റെ കാട്ടിയും കുറവായിരിക്കും, കറണ്ട് കൂടുതലായിരിക്കും. സെക്കൻഡറി ഇതിനകത്ത് എന്തായിരിക്കും? കറണ്ട് കൂടുതലായിരിക്കും സ്റ്റെപ്പ് ഡൗണിൽ. ക്ലിയർ ആയല്ലോ? In a transformer with no power loss, the primary has 3000 turns and the secondary has 150 turns. The primary voltage is 120 volt. Primary എത്രയാണ്? 120 volt ആണ്. And the current is 0.1 ampere. Calculate the secondary voltage and current. Calculate the secondary voltage and current. ഓക്കെ, അപ്പം ഇവിടെ തന്നെന്തൊക്കെ നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. Primary has 3000 turns. Number of turns in primary is equal to 3000 turns. Secondary has number of turns in secondary is equal to 150. Primary voltage Vp is equal to 120. And the current is പ്രൈമറിയിലത്തെ കറണ്ട് എത്രയാണ്? 0.1 ആംപിയർ ആണ്. നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ? സെക്കൻഡറി വോൾട്ടേജ് വി എസ് കണ്ടുപിടിക്കണം. വി എസ് എത്രയാണെന്ന് അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. ആൻഡ് ഐ എസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഐ എസ് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ വി എസ് കണ്ടുപിടിക്കണ്ടേ? വി എസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളുടെ നേരത്തെ ഫോർമുല അങ്ങോട്ട് യൂസ് ചെയ്യുക. വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഇത് വെച്ച് നമ്മൾ എന്ത് കാണാം? വി എസ് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ചെയ്യുകയാണേ. വി പി ഇൻറ്റു എൻ എസ് ബൈ എൻ പി ആണ്. ഓക്കെ, 3000. ഈ 2 0 കട്ടായി. ഇനി നമുക്കറിയാം 15 × 2 ആണ് 30. 12 എത്ര ടൈംസ് പോകും? 6 ടൈംസ് പോകും. അപ്പോൾ വോൾട്ടേജ് ഇൻ സെക്കൻഡറി എത്രയാണ്? 6 വോൾട്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? 6 വോൾട്ടാണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഐ പി കണ്ടുപിടിക്കണം. അതിൽ നമ്മൾ മുകളിൽ ഇപ്പം കണ്ട ആ ഫോർമുല യൂസ് ചെയ്യാം. ഐ പി ബൈ ഐ എസ് ഇസ് ഈക്വൽ ടു
ഇവിടെ എന്താ മുകളിൽ വി എസ് ആണ്. ഓക്കെ, വി എസ് ബൈ വി പി. ഓക്കെ, അപ്പോൾ ഐ പി എത്രയാണ്? 0.1 ആംപിയർ തന്നിട്ടുണ്ട്. 0.1 ആംപിയർ. ഐ എസ് എത്ര നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ഇസ് ഈക്വൽ ടു വി എസ്. വി എസ് എത്ര നമ്മളിപ്പം കണ്ടുപിടിച്ചത് 6 ഡിവൈഡഡ് ബൈ വി പി എത്രയാണ്? 120. അപ്പം ഐ എസ് ഇസ് ഈക്വൽ എന്താ വരിക? ഐ എസ് ഇസ് ഈക്വൽ ടു 120 ഇൻറ്റു 0.1 ബൈ 6. അപ്പോൾ 0.1 ഇൻറ്റു 120 ചെയ്താൽ നമുക്ക് 12 ആണ് കിട്ടുക. ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ 2 കിട്ടും. അപ്പം കറണ്ട് ഇൻ സെക്കൻഡറി എത്രയാണ്? 2 ആംപിയർ ആണ്. കണ്ടോ? അപ്പോൾ വോൾട്ടേജ് കുറവാണ്, ബട്ട് കറണ്ട് ഇസ് ഹൈ. ക്ലിയർ ആയല്ലേ? വോൾട്ടേജ് കുറവാണ്. വോൾട്ടേജ് എത്രയേ ഉള്ളൂ? സെക്കൻഡറിയിൽ 6 വോൾട്ടേ ഉള്ളൂ. പ്രൈമറിയിൽ എത്ര വോൾട്ടേജ് ഉണ്ട്? പ്രൈമറിയിലത്തെ വോൾട്ടേജ് 120 ആണ്, പക്ഷേ കറണ്ട് അവിടെ കുറവാണ്. സെക്കൻഡറിയിൽ വോൾട്ടേജിൽ കുറവാണ്, പക്ഷേ കറണ്ട് കൂടുതലാണ്. കണ്ടില്ലേ? ഓക്കെ, ഇനി ഇപ്പം കറണ്ടൊക്കെ നമ്മൾ അവിടെ എന്താണ് ജനറേറ്റ് ചെയ്ത്, പവർ സ്റ്റേഷൻ ജനറേറ്റ് ചെയ്ത് അതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണം? ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കണം, ഫാക്ടറികളിൽ എത്തിക്കണം. അതെങ്ങനെയാണ്? അതിന് നമ്മൾ എന്താ പറയുന്നത്? പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. പവർ ട്രാൻസ്മിഷൻ ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം, എങ്ങനെയാണ് ഇത് നടക്കുന്നുള്ളത്. അപ്പം പവർ സ്റ്റേഷനാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരിക്കും എത്രയാണ്? നിങ്ങൾ ഡയഗ്രാം ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. ഒരു പവർ സ്റ്റേഷൻ്റെ അകത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എത്ര വോൾട്ടാണ് നമ്മളവിടെ ഡയഗ്രത്തിൽ കാണുന്നത്? എത്ര വോൾട്ടാണ് കാണുന്നത്? 11 kV, 11 കിലോ വോൾട്ടാണ് അല്ലേ? അവിടെ പവർ സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യുന്നത് 11 കിലോ വോൾട്ടാണ്. ആ 11 കിലോ വോൾട്ടിൽ നിന്ന് നേരെ ഇതെങ്ങോട്ടേക്കാണ് പോയത്? ഒരു ട്രാൻസ്ഫോമറിനകത്താണ് പോയത്. ട്രാൻസ്ഫോമറിനകത്ത് ഇവിടെ കണ്ടോ, അത് എത്ര വോൾട്ടേജായി മാറി? 220 കിലോ വോൾട്ടായി. 11 കിലോ വോൾട്ടിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഇത് ഹൈ വോൾട്ടേജ് ആക്കി 220 കിലോ വോൾട്ടിലേക്കാക്കി മാറ്റി. ഇനി ഈ ട്രാൻസ്മിഷൻ ലൈന് വഴി ഇത് നേരെ പോകുന്ന എങ്ങോട്ടേക്കാണ്? സബ്സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. സബ്സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ട്രാൻസ്ഫോമർ എന്താ? 220 വോൾട്ടിനെ 110 കിലോ വോൾട്ടാക്കി കുറച്ചു. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ എന്താ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. പിന്നെ സബ്സ്റ്റേഷനിൽ 110 കിലോ വോൾട്ടിന് വീണ്ടും കുറച്ചും കൂടി ദൂരത്തേക്കുള്ള ഭാഗങ്ങളിൽ ഈ ടവേഴ്സ് വഴി സെൻഡ് ചെയ്യും. പ്രൈമറി നമ്മളുടെ സബ്സ്റ്റേഷനിൽ സെക്കൻഡറി സബ്സ്റ്റേഷനിലേക്ക് എത്തി. സെക്കൻഡറി സബ്സ്റ്റേഷനിൽ വീണ്ടും എന്ത് സംഭവിച്ചു? 110 കിലോ വോൾട്ടിനെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് എത്രയാക്കി മാറ്റി? 11 കിലോ വോൾട്ടാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ട്. ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ നമുക്ക് നല്ലടത്തൊരു ഇതേപോലെ സെക്കൻഡറി സബ്സ്റ്റേഷൻ ഉണ്ട്. അവിടെ 110 ഡയറക്റ്റ് ഇടുക്കിന്നോ അല്ല മലമ്പുഴയെന്നോ എവിടെയാണ് വരുന്നത്, അവിടെ നിന്ന് വരുന്ന കറണ്ടിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 11 കിലോ വോൾട്ടാക്കി മാറ്റും. 11 കിലോ വോൾട്ടാണ് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള കാണുന്ന ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്നത്. വീടിൻ്റെ അടുത്തുള്ള ട്രാൻസ്ഫോമറിൽ 11 കിലോ വോൾട്ടിന് ആ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 230 വോൾട്ടാക്കി മാറ്റുന്നുണ്ട്. കിലോ വോൾട്ടിനെ 230 വോൾട്ടാക്കി മാറ്റുന്നുണ്ട്. പിന്നെ ആ ട്രാൻസ്ഫോമർ വരുന്ന പവർ ലൈൻസ് കൂടിയാണ് നേരെ എത്തുന്നത് ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ്. നമ്മളുടെ വീടുകളിൽ പോലത്തെ കറണ്ടിൽ 230 വോൾട്ടാണ് എത്തുന്നത്. അപ്പം ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അവസാനം കസ്റ്റമറിലേക്ക് എത്തുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 11 കിലോ വോൾട്ടിൽ തുടങ്ങി 230 വോൾട്ടിലാണ് ഫൈനൽ കസ്റ്റമറിലേക്ക് എത്തുന്നത്. ഇതാണ് നമ്മുടെ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അറ്റ് വാട്ട് വോൾട്ടേജ് ഇസ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ എ പവർ സ്റ്റേഷൻ? എത്ര വോൾട്ടാണ്? 11 കിലോ വോൾട്ട്. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്മിറ്റർ ഇസ് യൂസ്ഡ് ഇൻ എ പവർ സ്റ്റേഷൻ? ഏത് ടൈപ്പ് ട്രാൻസ്ഫോമറാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്? അവിടെ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് എന്താക്കി മാറ്റുന്നത്? 220 കിലോ വോൾട്ടാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം അത് എന്ത് ടൈപ്പ് ട്രാൻസ്ഫോമറാണ് നമ്മളിപ്പം പറഞ്ഞത്? സ്റ്റെപ്പ് അപ്പ്. 11 കിലോ വോൾട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ ദ പവർ സ്റ്റേഷൻ. ടു വാട്ട് വോൾട്ടേജ് ഇസ് ഇറ്റ് സ്റ്റെപ്ഡ് അപ്പ്? അപ്പോൾ അത് എത്ര വോൾട്ടിലേക്കാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്തത്? 220 കിലോ വോൾട്ടിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. വേർ ഡസ് ദ ഇലക്ട്രിസിറ്റി റീച്ച് ആഫ്റ്റർ ട്രാവലിംഗ് ത്രൂ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസ്? അപ്പോൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസ് കൂടെ ഇതെവിടെ എത്തുന്നതെന്നുള്ളത്. അപ്പോൾ അത് എവിടേക്ക് എത്തുന്നത്? ട്രാൻസ്ഫോമർ ഇൻ സബ്സ്റ്റേഷൻ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്കാണ് പോകുന്നത് അല്ലേ? ട്രാൻസ്ഫോമർ ഇൻ സബ്സ്റ്റേഷൻ. അത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും സബ്സ്റ്റേഷനിൽ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ, വേർഡ് ആർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് യൂസ്? എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഡയഗ്രാം നോക്കി പറയാൻ പറ്റും. ഒന്ന്
പ്രൈമറി സബ്സ്റ്റേഷൻ നമുക്ക് പറയാം, അല്ലെങ്കിൽ വെറും സബ്സ്റ്റേഷൻ നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ഒരു പ്രൈമറി അല്ലെങ്കിൽ സബ്സ്റ്റേഷൻ, സെക്കൻഡറി സബ്സ്റ്റേഷൻ, സെക്കൻഡറി സബ്സ്റ്റേഷൻ, പിന്നെ നമ്മുടെ വീടുകളിലടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ. ഇവിടെയൊക്കെ പവർ എന്താ ചെയ്തത്, അല്ലെങ്കിൽ വോൾട്ടേജ് എന്താ ചെയ്തത്, സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ ഇവിടെയൊക്കെ വോൾട്ടേജ് എന്ത് ചെയ്ത് കുറച്ചിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ടു വാട്ട് വോൾട്ടേജ് ഇസ് 11 kV AC റെഡ്യൂസ് നിയർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ. 11 kV AC ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ എത്രയായി മാറും? 230 വോൾട്ടായിട്ട് മാറും. വാട്ട് ഈസ് ദ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിക് സപ്ലൈ ടു ഹൗസ്? നമ്മൾ വീടുകളിൽ എത്തുന്ന സപ്ലൈൻ്റെ വോൾട്ട് എത്രയാണ്? 230 വോൾട്ടാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ റോള്? പവർ ട്രാൻസ്മിഷനിൽ ട്രാൻസ്ഫോമറിൻ്റെ റോൾ എന്താണ്? ഓക്കെ, അപ്പം പവർ ട്രാൻസ്മിഷനിൽ ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ കണ്ടു അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. അപ്പം കുറേയൊക്കെ ട്രാൻസ്മിഷൻ ലോസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പവർ വ്യത്യാസം വരാതെ വോൾട്ടേജ് കൂട്ടി കറണ്ട് സ്ട്രെങ്ത് അങ്ങോട്ട് കുറയ്ക്കും അല്ലേ? എന്നിട്ട് ആ സ്ട്രെങ്ത് നമ്മൾ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ട്രാൻസ്ഫോമറിൻ്റെ റോള്. വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ഇൻക്രീസിങ് ദ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് അറ്റ് 11 kV ഇൻ എ പവർ സ്റ്റേഷൻ? അപ്പോൾ അവിടെ എന്തിനങ്ങനെ ചെയ്യുന്നത്? നെസസിറ്റി, അതിൻ്റെ ആവശ്യം എന്താ? അതിൻ്റെ മെയിൻ ആവശ്യം എന്താ വെച്ചാൽ ടു ട്രാൻസ്മിറ്റ് കറൻറ്റ് വിതൗട്ട് ദ ലോസ് ഓഫ് പവർ ആൻഡ് ലോസ് ഓഫ് കറൻറ്റ്. അപ്പോൾ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ട് കുറയും, നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ കറണ്ട് അങ്ങനെ ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? വാട്ട് ഈസ് ദ വോൾട്ടേജ് യൂസ് ഫോർ ഡൊമസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ? 230 വോൾട്ട്. അത് നമ്മൾ കണ്ടതാണ് അല്ലേ? ഓക്കെ. ഇനി ഹൗസ് ഹോൾഡ് വയറിംഗ്. ഈ സാധനം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഹൗസ് നമ്മുടെ എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യണ്ടേ? ടി വി, ഫ്രിഡ്ജ്, എല്ലാ സാധനവും വർക്ക് ചെയ്യണം. അപ്പോൾ വയറിംഗ് എങ്ങനെയായിരിക്കും? ഇതാണ് നമ്മളുടെ ഇപ്പോൾ ലൈൻസ് കണ്ടോ? അപ്പോൾ ഇതിൽ 3 ഫേസ് ലൈൻസ് ഉണ്ടാവും, ഒരു ന്യൂട്രൽ ലൈനും ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് ഈ KCBൻ്റെ പോസ്റ്റിൽ നിന്ന് 2 റെഡ് കളറും ബ്ലാക്ക് കളർ ലൈൻസുകൾ വരുന്ന കാണാം. അത് നേരെ എവിടേക്കാണ് പോകുന്നത്? kWh മീറ്റർ. നമ്മുടെ വീട്ടിൽ മീറ്റർ ഉണ്ട്, ആ മീറ്ററിലേക്കാണ് മെയിൻ പവർ സപ്ലൈ വരുന്നത്. മെയിൻ പവർ സപ്ലൈ മീറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഇതാണ് എർത്ത് എന്ന് പറയുന്നത്. എർത്തിങ് എന്ന് പറയും. എർത്തിങ് എന്താ വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ 230 വോൾട്ടിനെ കാട്ടിയും കൂടുതൽ കറണ്ട് നമ്മളുടെ സർക്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്തുള്ള ഒരു സാധനവും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എർത്തിങ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. ഒരു കോപ്പർ വയർ നമ്മൾ ഭൂമിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ താഴത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാ വെച്ചാൽ അങ്ങനെ എക്സസ് കറണ്ട് വന്നു കഴിഞ്ഞാൽ ആ എക്സസ് കറണ്ട് നേരെ അങ്ങോട്ടേ പോയിക്കോളും, ഭൂമിൻ്റെ അടിയിലേക്ക് പോയിക്കോളും. അങ്ങനെ ചെയ്യുമ്പം നമ്മളുടെ വീട്ടിൻ്റെ ചുമരിനോ അല്ലെങ്കിൽ അപ്ലയൻസിനോ ഷോക്കോ ഒന്നും വരാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങനെ ഒരു എർത്തിങ് വയർ അവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ kWh ഒരു ലൈൻ മെയിൻ ഫ്യൂസിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് പോകും. അതേപോലെ മറ്റൊരു ലൈൻ, ഇതൊരു ന്യൂട്രലും ഇത് ഫേസ് ലൈനാണ്, ബ്ലാക്കും റെഡും. ഓക്കെ, അത് പിന്നെ പോകുന്നത് മെയിൻ സ്വിച്ചിലേക്കാണ്. മെയിൻ സ്വിച്ചിൽ നിന്ന് ELCB, എർത്ത് ലീക്വേഡ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്ന ഒരു സ്വിച്ച് പോലത്തെ സാധനം നിങ്ങൾക്ക് കാണാം. അപ്പം പണ്ടൊക്കെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സേഫ്റ്റി ഫ്യൂസ് ആയിരുന്നു. അപ്പോൾ സേഫ്റ്റി ഫ്യൂസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് സർക്യൂട്ട് ബ്രേക്കറാണ്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും കാരണം കൊണ്ട് കറണ്ട് എവിടെയെങ്കിലും ലീക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ആവുന്നുണ്ട്, കറണ്ട് എവിടെ പോകുന്നുണ്ട്, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും? സർക്യൂട്ട് ഉള്ളിലത്തെ വീടിൻ്റെ അകത്തേക്കുള്ള മെയിൻ ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് പോവാതെ സ്വിച്ച് ഓഫ് ആവുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് വോൾട്ടേജിൽ വ്യത്യാസം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഓഫ് ആവും. അതാണ് ELCB എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ELCB എന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നെ നേരെ പോകുന്നത് MCB ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് MCBൻ്റെ ഫുൾ ഫോം. ഇതും ചെയ്യുന്നത് തന്നെ എക്സസ് വോൾട്ടേജ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം സ്വിച്ച് ഓഫ് ആവുന്ന പോലെ ഓഫ് ആവും, പിന്നെ ഇപ്പുറത്തേക്ക് കറണ്ട് പാസ് ചെയ്യില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും നമ്മളുടെ പാരലായിട്ടായിരിക്കും കണക്റ്റഡ് ചെയ്തിട്ടുണ്ടാവുക. പല റൂമുകളിലുള്ള പല അപ്ലയൻസിലേക്കും പാരലൽ കണക്ഷൻ വഴിയായിരിക്കും കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഇതാണ് ഹൗസ് ഹോൾഡ് വയറിങ്ങിൻ്റെ പ്രത്യേകത. ക്ലിയർ ആയല്ലോ? പിന്നെ എന്താണ് മെയിൻ സ്വിച്ച് ഡിവൈസ്? മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞാൽ
ഒരു ഫേസ് ലൈനിൻ്റെ ലൈവ് വയർ, അതാണ് മെയിൻ കറണ്ട് കൊണ്ടുവരുന്ന വയർ. ന്യൂട്രൽ ലൈനിലെ ഇലക്ട്രിക് പോളിന് കൊണ്ടുവരുന്ന ഒരു മെയിൻസ് ആയിട്ടുള്ള ഡിവൈസാണ് എന്ത്, മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ഫ്യൂസ് കഴിഞ്ഞാൽ അടുത്ത് തന്നെ എന്താണ്, റൈറ്റ് സൈഡിൽ വരുന്ന മെയിൻ സ്വിച്ച്. അതൊരു ഡബിൾ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് ELCB എന്താണെന്നുള്ളത്. MCB എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, നമ്മളുടെ വീടിനെ സംരക്ഷിക്കുക, ഷോക്കൊന്നും എക്സസ് വോൾട്ടേജിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന പണിയാണ് ആർക്ക്, സർക്യൂട്ട് ബ്രേക്കേഴ്സിന്. പിന്നെ ഇതും ഞാൻ പറഞ്ഞു, നമ്മളുടെ അപ്ലയൻസ് എല്ലാം പാരലൽ കണക്ഷൻ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. appliance and the switch that controls it is connected in series to the phase line. അപ്പോൾ ഫേസ് ലൈൻ ആയിട്ട് സീരീസ് പറഞ്ഞാൽ എന്താ, എൻഡ് ടു എൻഡ് എന്ന് പറയും അല്ലേ. പാരലൽ പറഞ്ഞാൽ ഒരു പോയിൻ്റ് നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോവുക, അതാണ് പാരലൽ കണക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം ഹൈ പവർ അപ്ലയൻസ് നമ്മൾ സർക്യൂട്ടിൽ വരികയാണെങ്കിൽ ഈ സാധനങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ ഹെവിയർ ആയിട്ടുള്ള കറണ്ട് യൂസ് ചെയ്യുന്ന ഇതിനെ നമുക്ക് 3 പിന്നാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഒരു എർത്തിൻ്റെ പിന്നുണ്ടാവും, ഒരു ഫേസ് ലൈൻ ഉണ്ട്, അതുപോലെ ന്യൂട്രൽ, അതാണ് നമ്മുടെ 3 പിൻ എന്ന് പറഞ്ഞ സാധനം. അപ്പം എന്തെങ്കിലും കാരണവശാൽ എക്സസ് കറണ്ട് വരികയാണെങ്കിൽ ഈ നിങ്ങൾ കാണാം, ഇത് കുറച്ച് നീളം കൂടിയതായിരിക്കും 3 പിന്നിൻ്റെ ടോപ്പിലുള്ളത്. ഇത് രണ്ടും മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിരിക്കും. അപ്പം എക്സസ് കറണ്ട് വരുമ്പം നമ്മൾ അപ്ലയൻസിന് ഷോക്ക് വരാതെ ആ എക്സസ് കറണ്ട് എങ്ങോട്ടേക്ക് പോകും, നമ്മുടെ മെയിൻ സർക്യൂട്ടിലുള്ള എർത്തിലേക്ക് പോകും. ഓക്കെ, ഹയർ ബെറ്റർ സേഫ്റ്റിക്കാണത്. തിക്ക് വയേഴ്സ് ആയിരിക്കും അതിനുണ്ടാവുക. പവർ പ്ലഗ് ആയിരിക്കും, ഇതാണ് നമ്മൾ പവർ പ്ലഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ വലിയ മെയിൻ സാധാരണ നമ്മളുടെ പിന്നെല്ലാം ഉണ്ടാവുക, ഇതിന് പ്രത്യേക ഫ്യൂസുള്ള പവർ പ്ലഗ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ റെഡ് കളർഡ് എന്താണ്, ഫേസ് ലൈനാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ഫോർ ന്യൂട്രൽ ആൻഡ് ഗ്രീൻ ഫോർ ദ എർത്ത് ലൈൻ. ഇപ്പോൾ അതിനൊരു കളർ കോഡുണ്ട്. നമ്മുടെ വീട്ടിൽ നിങ്ങൾ ഇലക്ട്രിക്കൽ വർക്കൊക്കെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, 3 വയേഴ്സിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് കാണാം. റെഡ് ഫേസ് ലൈൻ, കറണ്ടിൻ്റെ മെയിൻ ഫേസ് ലൈന്. ന്യൂട്രലിൻ്റെ ബ്ലാക്ക് കളർ ആയിരിക്കും, ഗ്രീൻ ഫോർ എർത്ത്. ന്യൂട്രൽ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താ, കറണ്ടിൻ്റെ അകത്ത് കറണ്ട് ശരിക്കും ഉണ്ടാവരുത്, അധികം കറണ്ട് ഉണ്ടാവരുത്. ഓക്കെ, ഇനി ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ്. 2 ബൾബ്, 3 പിൻ സോക്കറ്റ്, ഒരു 2 പിൻ സോക്കറ്റ്, MCBക്കുള്ളൊരു ഫ്യൂസ്, പിന്നെ സ്വിച്ചസ്. അപ്പം ഇതാണ് ഇതിൻ്റെ ചെറിയൊരു സർക്യൂട്ട്, ജസ്റ്റ് ഒരു വരച്ചെന്ന് മാത്രം. അപ്പോൾ ലൈവും 2 സ്വിച്ച്, ബൾബ്, MCBക്ക് ആവശ്യമുള്ള ഫ്യൂസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു 2 പിൻ സോക്കറ്റ്, ഒരു 3 പിൻ്റെ സോക്കറ്റ് വരുന്ന ഈ ഭാഗം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ സേഫ്റ്റി എൻഷുർ ചെയ്യാം, അത് നമ്മൾ ELCB അല്ലെങ്കിൽ MCB നമുക്ക് യൂസ് ചെയ്യും. 2 പേരും നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. എന്തെങ്കിലും കറണ്ടിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, വോൾട്ടേജ് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അവർ അത് മനസ്സിലാക്കി നമ്മളുടെ സർക്യൂട്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യും, കറണ്ടിന് ഫ്ലോ ചെയ്യുന്ന തടയും. അങ്ങനെ നമ്മൾ ഷോക്കിൽ നിന്നോ അതേപോലെ നമ്മൾ അപ്ലയൻസ് ബേൺ ചെയ്ത് പോവാതെ രക്ഷപ്പെടും. ഇതാണ് നമ്മളുടെ നോർമൽ ഫ്യൂസ് എന്ന് പറയുന്നത്. നമ്മളുടെ പല ചെറിയ ചെറിയ സാധനങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഫ്യൂസാണിത്. ഇതാണ് സേഫ്റ്റി ഫ്യൂസ്, പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഫ്യൂസ്. ഇപ്പോൾ ഇതെല്ലാം പോയിട്ട് MCB, ERCB, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ERCB ആണ്, ഇലക്ട്രിക് റെസിഡ്യുവൽ സർക്യൂട്ട് ബ്രേക്കർ. അപ്പം അത് ELCBൻ്റെ കാട്ടിയും കുറച്ചും കൂടി ഹയർ സേഫ്റ്റിയാണ് തരുന്നത്. അപ്പോൾ ഫേസിൽ ലൈനിൽ വരുന്ന കറണ്ടിൻ്റെ വ്യത്യാസം, ന്യൂട്രൽ എന്തെങ്കിലും കറണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് നോക്കി സഡനായിട്ട് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന സാധനമാണ് ERCB എന്ന് പറയുന്നത്, ERCB. ഓക്കെ, പിന്നെ ഇലക്ട്രിക് ഷോക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, നമ്മുടെ ശരീരത്തിൽ കൂടെ സഡനായിട്ട് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേക ആ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഷോക്കാണ് എന്ത്, ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത്. ഒരു ഇമ്പാക്റ്റാണത്, അതാണ് ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്കറിയാം, നനഞ്ഞ കൈ കൊണ്ട് തൊടാൻ, നമ്മളുടെ ഷോക്ക് അടിക്കുന്ന എന്തെങ്കിലും പവർ സ്വിച്ചിനോ തൊടാൻ പാടില്ല. ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. എർത്തിങ് വയർ പ്രോപ്പർ ആയിരിക്കണം വീടിൻ്റെ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതോടെ നമ്മളുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു.